ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് നമ്മുടെ ഫാമിലി എല്ലാവരും വെയിറ്റ് ചെയ്ത് കാത്തിരുന്ന വീഡിയോ ആണ്. എൻ്റെ ചാനലിൽ പെട്ടെന്ന് വ്യൂ കുറയുന്നു, ഫ്രീസ് ആയ പോലെ കാണുന്നു, ഇങ്ങനെ ഒട്ടനവധി ബന്ധപ്പെട്ട് ഇത്തരത്തിലുള്ള കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് നമ്മുടെ ഫാമിലി മെസ്സേജ് അയക്കാറുണ്ട്. ഏകദേശം 3-4 ആഴ്ചയായി ഈ ഒരു കാര്യം യൂട്യൂബിൽ പരക്കെ നിലനിൽക്കുന്നുണ്ട്. ഒരുപാട് ചാനലിൽ നല്ല രീതിയിൽ വ്യൂസ് വന്ന ചാനലിലടക്കം വ്യൂസ് കയറാണ്ട്, അതായത് മുന്നേ കിട്ടിയിട്ടുള്ള വ്യൂസ് പോലും കിട്ടാത്ത അവസ്ഥ കണ്ടുവരുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഫാമിലി സ്വാഭാവികമായിട്ടും എന്നെ പോലെയുള്ള ക്രിയേറ്റേഴ്സിൻ്റെ അടുത്ത് വന്ന് ചോദിക്കും, എന്തുകൊണ്ടാണ് ഇത്തരത്തിൽ എൻ്റെ വീഡിയോ നല്ല രീതിയിൽ മൂവ് ആയതായിരുന്നു, പക്ഷേ പെട്ടെന്ന് ഫ്രീസായ പോലെ, പെട്ടെന്ന് സ്റ്റോപ്പായ പോലെയൊക്കെ നിൽക്കുന്നു, പഴയ പോലെയുള്ള വ്യൂസ് പോലും വരുന്നില്ല. അപ്പോൾ അതിൽ എന്താണ്, ഞങ്ങളുടെ സെറ്റിങ്സ് ആണോ, അതുപോലെ ചാനലിൽ വല്ല ഞങ്ങൾ അറിയാണ്ട് ചെയ്ത തെറ്റാണോ, ഇങ്ങനെ ഒട്ടനവധി കാര്യങ്ങളാണ് ചോദിക്കുന്നത്. അപ്പോൾ ഇവിടെ കുറച്ച് കാര്യങ്ങൾ പറയാം. ഫ്രീസ് ആവുന്ന അല്ലെങ്കിൽ വീഡിയോസിൽ വ്യൂസ് വരാത്ത കുറച്ച് കാര്യങ്ങളുണ്ട്. അത് നമ്മുടെ ചാനലിൽ നമ്മൾ ശ്രദ്ധിക്കാത്തത് കൊണ്ടാണോ എന്നുള്ളത് നിങ്ങൾ ഈ വീഡിയോ കണ്ടതിലൂടെ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ കുറച്ച് റീസണാണ്, അത് സോൾവ് ചെയ്യാൻ പറ്റുന്നത് തന്നെയാണ്. നമ്മുടെ ചാനലിൽ ഇപ്പോൾ യൂട്യൂബിൻ്റെ ഭാഗത്ത് നിന്ന് ചാറ്റ് ചെയ്ത് ചോദിച്ചപ്പോൾ അവർ പറയുന്നത് ഞങ്ങളുടെ ഭാഗത്തു നിന്നൊന്നും ഇല്ല എന്നാണ് പറയുന്നത്. അപ്പോൾ അൽഗോരിതം ചേഞ്ച് ആകുമ്പോൾ, യൂട്യൂബിൻ്റെ അൽഗോരിതം എപ്പോഴാണ് എങ്ങനെയാണ് ചേഞ്ച് ആകുന്നതെന്ന് പറയാൻ സാധിക്കില്ല. ഓരോരോ അപ്ഡേറ്റ് വരും, ഓരോ അൽഗോരിതം ചേഞ്ചസ് വരും. ഈ ഒരു അൽഗോരിതം ചേഞ്ചസ് വരുമ്പോഴും വ്യൂസിൽ കാര്യമായിട്ടുള്ള ഗണ്യമായിട്ടുള്ള ഡ്രോപ്പേജ്, അതായത് ഫ്രീസ് ആവുന്ന പോലെ, അതുപോലെ തന്നെ വീഡിയോ മൂവ് ആവാത്ത പോലെയൊക്കെ കാണാറുണ്ട്. അപ്പോൾ അതൊരു കാരണമാണ്. പക്ഷേ നമ്മുടെ ഭാഗത്ത് നിന്ന് നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. നമ്മുടെ ചാനലിൽ ചെയ്യാൻ പാടില്ലാത്തതും ചെയ്യേണ്ടതുമായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം. ആദ്യം നമ്മുടെ ചാനലിനെ നമ്മൾ ഉറ്റുനോക്കണം എന്നുള്ളതാണ്. നമ്മുടെ ചാനലിൽ ഏറ്റവും കൂടുതൽ വ്യൂ വരുന്ന വീഡിയോസ് ഏതാണ്? ഇപ്പം ഞാൻ നിങ്ങൾക്ക് കുറച്ച് ഇതിൽ കാണിച്ചു തരാം. നമുക്ക് ഇതിലൊരു കാര്യം കൂടിയുണ്ട്. എത്ര ആയിരം വ്യൂസിന് എത്ര ഡോളർ കിട്ടും എന്നുള്ളതും കൂടി നിങ്ങൾക്ക് കാണിച്ചു തരാം. കാരണം ഇതിൽ പ്രവർത്തിക്കുന്ന ഓരോരുത്തരും കുറച്ച് രീതിയിൽ ഏണിങ്സ് നേടണം എന്ന് കരുതിയിട്ട് തന്നെയാണ് യൂട്യൂബിൽ വരുന്നത്. അപ്പോൾ അവർക്ക് എത്ര വ്യൂ കിട്ടിയാൽ എത്ര കിട്ടും, അങ്ങനെയുള്ള ഒരു കാര്യം കൂടി കണ്ടു കഴിഞ്ഞാൽ അവർക്ക് മനസ്സിലാവും. യൂട്യൂബിൽ പ്രവർത്തിക്കുന്നത് നമ്മൾ വെറുതെ ഒന്നുമല്ല, 10 രൂപ കിട്ടാൻ തന്നെയാണ്, കിട്ടണം എന്നുള്ള ആഗ്രഹത്തിൽ തന്നെയാണ് പ്രവർത്തിക്കേണ്ടതും. കാരണം നമ്മൾ തൊണ്ട കയറി നമ്മുടേതായിട്ടുള്ള എഫേർട്ട് എടുത്ത് നമ്മുടേതായിട്ടുള്ള സൗകര്യങ്ങൾ കണക്കാക്കി നമ്മൾ ഒരുപാട് കാര്യങ്ങൾ വേണ്ടാന്ന് വെച്ചിട്ട് നമ്മൾ ഇതിൽ ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്ന ആൾക്കാരാണ്. അപ്പോൾ ഇത്തരത്തിൽ കണ്ടൻറ്റ് ക്രിയേറ്റ് ചെയ്യുന്നവർക്ക് തീർച്ചയായിട്ടും ഒരു വരുമാനം കിട്ടേണ്ടത് അനിവാര്യമാണ്. അപ്പോൾ ആ വരുമാനം കിട്ടാൻ വേണ്ടി വ്യൂ കൊണ്ടുവരാൻ വേണ്ടി നമ്മൾ കഷ്ടപ്പെടണം. റെഗുലറായിട്ട് വീഡിയോസ് ഇടാൻ കഴിഞ്ഞില്ലെങ്കിൽ ആഴ്ചയിൽ ഒരു 3 വീഡിയോ, അതായത് ഇതിൽ റെഗുലറായിട്ട് ഇടണം എന്ന് പറയുന്നതിൻ്റെ ഉദ്ദേശം എന്താണെന്ന് വെച്ചാൽ യൂട്യൂബിൽ എൻഗേജ്മെൻറ്റ് നിങ്ങൾ ഉണ്ടാക്കണം. യൂട്യൂബിൽ എൻഗേജ്മെൻറ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഈ റെഗുലറായിട്ട് വീഡിയോസ് ഇടുക. നമ്മളെ പോലുള്ള ഒരുപാട് പേര് പറയും നിങ്ങളോട് റെഗുലറായിട്ട് വീഡിയോസ് ഇടുക. കാരണം നിങ്ങൾ അതിലൊരു എക്സ്പീരിയൻസ് കിട്ടാനും അതിൽ റെഗുലറായിട്ട് വീഡിയോ ഇടുമ്പോൾ നിങ്ങളുടെ ചാനൽ മൂവ് ആവാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ റെഗുലറായിട്ട് ഇടുമ്പോൾ ക്വാളിറ്റി കൊണ്ടുവരിക, ക്വാണ്ടിറ്റി കൊണ്ടുവരിക, നല്ല രീതിയിൽ തന്നെ വീഡിയോസ് എടുക്കുക. ടൈം പാസിന് വേണ്ടി വീഡിയോസ് എടുക്കരുത്. ഞാൻ മുമ്പേ പറഞ്ഞിട്ടുണ്ട്, വെറുതെ ഒരു കിച്ചണിൽ ഇതെൻ്റെ കിച്ചനാണ് ഇന്നൊരു വീഡിയോ, വെറുതെ മഴ പെയ്യുന്നു ഇതൊരു വീഡിയോ ആണ്, ഇതൊന്നും ആളുകൾ കാണാൻ ഇഷ്ടപ്പെടുന്നതല്ല. നിങ്ങളുടേതായിട്ടുള്ള ക്രിയേറ്റിവിറ്റി, നിങ്ങളുടേതായിട്ടുള്ള ആക്ടിവിറ്റി കൊണ്ടുവന്ന് ആളുകളെ ഇമ്പ്രസ് ചെയ്യിക്കണം. ഈ ഇമ്പ്രസ് ചെയ്യിക്കുന്നത് എന്തിനാണെന്ന് അറിയോ? വീഡിയോയ്ക്ക് ഓഡിയൻസ് റിട്ടൻഷൻ കൂടാനാണ്. നിങ്ങളുടെ വീഡിയോ ക്ലിക്ക് ചെയ്ത വ്യക്തി ഓഡിയൻസ് റിട്ടൻഷൻ കൂടുന്നതിനനുസരിച്ച്, എത്രത്തോളം ഓഡിയൻസ് റിട്ടൻഷൻ കൂടുന്നോ യൂട്യൂബിൻ്റെ അൽഗോരിതം അവിടെ പ്രവർത്തിക്കുന്നു. എങ്ങനെ പ്രവർത്തിക്കുന്നു? നിങ്ങളുടെ വീഡിയോയിൽ എന്തോ ഉണ്ട് എന്നുള്ളത് അൽഗോരിതം മനസ്സിലാക്കുന്നു. കാരണം ആ വ്യക്തി ആ വീഡിയോ മുഴുവനായിട്ടും കാണുന്നുണ്ട്, സ്കിപ്പ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ ആ വീഡിയോയുടെ അൽഗോരിതം അവിടെ പ്രവർത്തിക്കുകയാണ്. എന്താണ്? ഈ വീഡിയോയിൽ എന്തോ ഉണ്ട് എന്ന് കരുതി 10 പേര് കണ്ടു കഴിഞ്ഞാൽ 20 പേരുടെ മുന്നിലേക്ക് റെക്കമെൻഡ് ചെയ്യും. ഇവിടെ ഏറ്റവും കൂടുതൽ യൂട്യൂബിൻ്റെ അൽഗോരിതം ജസ്റ്റ് നിങ്ങളൊന്ന് മനസ്സിലാക്കുക. നിങ്ങളുടെ ചാനലിൽ 100 സബ് ഉണ്ടെന്ന് വയ്ക്കുക. 100 സബ് ഉണ്ടെങ്കിൽ ആ 100 വ്യക്തികളിൽ ഏതെങ്കിലും ഒരു വീഡിയോ കണ്ടിട്ടൊക്കെ ആയിരിക്കും വരിക. നിങ്ങളുടെ പല വീഡിയോസൊക്കെ ഇടും, അത്തരത്തിൽ വീഡിയോ കണ്ടിട്ടാണ് വരിക. അതിൽ 50 പേര് നിങ്ങളെ ഇഷ്ടപ്പെടുന്നു, നിങ്ങൾ എന്ത് വീഡിയോ ഇട്ടാലും കാണുന്ന ആളുകളായിരിക്കും. പക്ഷേ 50 പേര് അവർക്ക് ഇഷ്ടപ്പെട്ട വീഡിയോസേ കാണത്തുള്ളൂ. അപ്പോൾ ഈ ഒരു 50 പേര് ഇഷ്ടപ്പെട്ട വീഡിയോ കാണത്തുള്ളൂ. ഓക്കെ, നിങ്ങൾ എല്ലാ വീഡിയോ ഇട്ടാൽ കാണത്തില്ല. പക്ഷേ വേറൊരു 50 പേര് എന്ത് വീഡിയോ ഇട്ടാലും കാണും. അപ്പോൾ ഈ ഒരു 50 പേര് എന്ത് വീഡിയോ ഇട്ടാൽ കാണുന്ന ആളുകളുണ്ടല്ലോ, അവർ നിങ്ങളുടെ വീഡിയോ കാണുമ്പോൾ അത്തരത്തിലുള്ള കുറച്ച് ആളുകളുടെ മുന്നിലേക്ക്, അതായത് ആ 50 പേര് കാണുന്നതിൻ്റെ ആ ഒരു റെക്കമെൻഡേഷൻ നിങ്ങളുടെ ചാനലിൽ കിട്ടും. പക്ഷേ എപ്പോഴെങ്കിലും എന്തെങ്കിലും ഇഷ്ടപ്പെട്ട വീഡിയോ മാത്രമേ കാണുള്ളൂ എന്ന് പറയുന്ന വ്യക്തിയില്ലേ, അവർ കാണുമ്പോൾ 50 പേരിൽ ഒരു 10 പേരൊക്കെ കാണുള്ളൂ. 5 പേര് കണ്ടാൽ തന്നെ ഒരു കുറച്ച് പേര് 6, 7, 8 പേരിൻ്റെ മുന്നിലേക്ക് റെക്കമെൻഡ് ചെയ്യും. അതാണ് ഇവിടെ നമ്മുടെ ചാനലിൽ വ്യൂ കുറയാനുള്ള കാരണം എല്ലാവരെയും ഇഷ്ടപ്പെടുത്തിക്കൊണ്ടുള്ള കണ്ടൻറ്റ് നമുക്ക് ചെയ്യാൻ കഴിയുന്നില്ല എന്നുള്ളത് കൊണ്ടാണ്. അപ്പോൾ ഈ ഇഷ്ടപ്പെട്ടിട്ടുള്ള കണ്ടൻറ്റ്, അതുകൊണ്ട് തന്നെയാണ് നിങ്ങൾ എല്ലാവരുടെ ചാനലിൽ മില്യൺ കണക്കിന് സബ്സ്ക്രൈബ്സ് ഉണ്ടാവും, അവരുടെ വ്യൂസ് വന്നിട്ട് ലക്ഷമായിരിക്കും, അല്ലെങ്കിൽ
ലക്ഷത്തിൻ്റെ താഴെയൊക്കെ ആയിരിക്കും. അതെന്തുകൊണ്ട് ഇപ്പോൾ നമ്മുടെ ചാനൽ ഉദാഹരണത്തിൽ പറയാം 1,25,000 20ൻ്റെ മേലെ സബ്ബുണ്ട്. അപ്പോൾ ഈ ഒരു സബ്ബ് ഇത്രയും പേര് കാണുന്നില്ല. എന്തുകൊണ്ടാണ് കാണുന്നില്ല? അവർക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടുള്ള ടോപ്പിക് ആയിരിക്കില്ല ചിലപ്പോൾ നമ്മൾ ഒരുപക്ഷെ കൊടുക്കുന്നത്, നിരന്തരം കൊടുക്കാൻ കഴിയുന്നില്ല. ചില ടോപ്പിക്ക് അവർക്ക് ഇഷ്ടപ്പെടും, ചില ടോപ്പിക്ക് ഇഷ്ടപ്പെടുന്നില്ല. അപ്പോൾ ഈ ഒരു വേരിയേഷനാണ് നമ്മുടെ ചാനലിൻ്റെ വ്യൂവും കുറയുന്നത്. സബ്ബ് കൊട്ടക്കണക്കിനുണ്ട്, പക്ഷേ വ്യൂസ് നമുക്ക് കുറവാണെന്ന് പറയുന്നതിൻ്റെ കാരണം ഈ ഒരു വേരിയേഷനാണ്. നമ്മുടെ ചാനലിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുള്ള ഫാമിലി ഡിഫറെൻറ്റ് ആളുകളാണ്. അവർക്ക് ഇഷ്ടപ്പെട്ടുള്ള കണ്ടൻ്റ് ആണെങ്കിൽ തീർച്ചയായും കാണും. അതുവഴിയാണ് നമ്മുടെ യൂട്യൂബ് റെക്കമെൻഡ് ചെയ്യുന്നത്. ഓഡിയൻസ് റിട്ടൻഷൻ കൂടുന്നതിനനുസരിച്ച് യൂട്യൂബ് ഒരുപാട് പേരുടെ മുന്നിലേക്ക് യൂട്യൂബ് റെക്കമെൻഡ് ചെയ്തുകൊണ്ടേയിരിക്കും. അങ്ങനെ റെക്കമെൻഡേഷൻ വരുമ്പോഴാണ് ഓരോ വീഡിയോ വൈറലാകുന്നത്. ഓക്കെ, അതിൽ വാച്ച് ടൈം ആണ് തമ്പനയിൽ CTR, തമ്പനയിലിൻ്റെ ക്ലിക്ക് ത്രൂ റേറ്റ് കൂടുതൽ വേണം, വാച്ച് ടൈം കൂടും, ഓഡിയൻസ് റിട്ടൻഷൻ കൂടും. എല്ലാ ഘടകവും കൂടുതൽ വരുമ്പോഴാണ് ആ വീഡിയോ കൂടുതൽ പേരുടെ മുന്നിലേക്ക് റെക്കമെൻഡ് യൂട്യൂബ് ഹോം പേജിൽ വന്നുകൊണ്ടേയിരിക്കും. എല്ലാവരും യൂട്യൂബ് തുറന്നാലും ആ വീഡിയോ വന്നുകൊണ്ടേയിരിക്കും. റെക്കമെൻഡ് ചെയ്യണം യൂട്യൂബ്, കാരണം ഈ വീഡിയോ കാണും. അതുപോലെ തന്നെ അത്തരം ഇഷ്ടപ്പെടുന്ന ആളുകളുടെ മുന്നിലേക്ക് റെക്കമെൻഡ് ചെയ്യുള്ളൂ കേട്ടോ. നിങ്ങളൊരു ഫിലിം വീഡിയോ കാണാൻ വേണ്ടി ഇഷ്ടപ്പെട്ട് സെർച്ച് ചെയ്ത് കണ്ടു കഴിഞ്ഞാൽ ആ ഫിലിം വീഡിയോ നിങ്ങൾ ഓഫ് ചെയ്ത് മൊബൈൽ വെച്ചിട്ട് പോയി കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ വെറുതെ ഒന്ന് യൂട്യൂബിൻ്റെ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഒട്ടനവധി ഫിലിം വീഡിയോ നിങ്ങൾക്ക് വേണ്ടി കാണിച്ചു തരും. അതാണ് യൂട്യൂബിൻ്റെ അൽഗോരിതം. നമ്മൾ എന്ത് സെർച്ച് ചെയ്യുന്നോ അത്തരത്തിലുള്ള കാര്യങ്ങൾ യൂട്യൂബ് കാണിച്ചു തരും. ഇൻസ്റ്റാഗ്രാമിലും അങ്ങനെ തന്നെ, ഓരോ പ്ലാറ്റ്ഫോമും അങ്ങനെ തന്നെയാണ്. നിങ്ങളുടെ മനസ്സ് യൂട്യൂബ് ഇങ്ങനെയുള്ള പ്ലാറ്റ്ഫോമുകൾ അറിയുന്നു എന്നുള്ളതാണ്. കാരണം നിങ്ങൾ ഇഷ്ടപ്പെടുന്ന കണ്ടൻറ്റ് എന്താണ്? ഇപ്പോൾ നിങ്ങൾ എൻ്റെ വീഡിയോ കാണുന്നു, എന്നുമായി ബന്ധപ്പെട്ട് ഇത്തരത്തിലുള്ള കണ്ടൻറ്റ് ചെയ്യുന്ന ഒരുപാട് പേര് നിങ്ങളുടെ മുന്നിലേക്ക് റെക്കമെൻഡ് വരും. ഇന്നയാളുടെ കാണും. കാരണം നിങ്ങൾക്ക് അത്തരത്തിലുള്ള കണ്ടൻറ്റ് നിങ്ങൾ സെർച്ച് ചെയ്യുന്നു. നിങ്ങളുടെ ചാനലിൽ ഡെവലപ്മെൻറ്റ് ഉണ്ടാക്കാൻ വേണ്ടി നിങ്ങൾ സെർച്ച് ചെയ്യുന്നു. അപ്പോൾ അത്തരത്തിലുള്ള കണ്ടൻറ്റുകൾ കൂടുതൽ നിങ്ങളുടെ വീഡിയോയിലേക്ക് വരും. ഇത് തന്നെയാണ് നമ്മുടെ വീഡിയോ കൂടുതൽ വൈറലാകുമ്പോൾ അത്തരം ഇഷ്ടപ്പെടുന്ന ആളുകളുടെ മുന്നിലേക്ക് നമ്മുടെ വീഡിയോ അവരുടെ യൂട്യൂബ് ചാനലിൽ റെക്കമെൻഡായിട്ട് പോയിക്കൊണ്ടേയിരിക്കും. അങ്ങനെ പോവണം. അതാണ് നമ്മുടെ കണ്ടൻറ്റ്. അങ്ങനെ ക്വാളിറ്റിയുള്ള കണ്ടൻറ്റ് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളത് ക്വാളിറ്റി പെടുന്നത്. വീഡിയോ ക്വാളിറ്റി വലിയ ക്വാളിറ്റിയുള്ള DSLRും കാര്യങ്ങളും വാങ്ങണമെന്നില്ല. സാധാ ഒരു മൊബൈൽ മതി. ചെറിയൊരു മൈക്ക് വാങ്ങിയ ബെസ്റ്റ്. അല്ലെങ്കിൽ ഇതുപോലെ ഈ മൊബൈലിൽ ഞാൻ വോയിസ് റെക്കോർഡ് ചെയ്യാണ്. കാരണം ആ എടുക്കുന്ന ഫോൺ കുറച്ച് ദൂരെയാണ്, പക്ഷേ ഇതിൽ വോയിസ് റെക്കോർഡ് അടുത്താണ്. അപ്പോൾ നിങ്ങൾ കേൾക്കുന്ന സൗണ്ട് ഇതിൽ വോയിസ് റെക്കോർഡാണ്. അപ്പോൾ ഈ റെക്കോർഡ് വഴി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അതിൽ എഡിറ്റ് ചെയ്യുമ്പോൾ അപ്ലൈ ചെയ്യാൻ പറ്റും. ലെയർ ഇട്ടിട്ട് ഈ ഒരു വോയിസ് ഓവറിനെ ലെയർ ഇടുക, ആദ്യത്തെ സൗണ്ട് മ്യൂട്ട് ചെയ്യുക. അപ്പോൾ കറക്റ്റ് കോമ്പിനേഷനായി. അപ്പോൾ ഇതൊക്കെ നമ്മളൊരു ഐഡിയ, നമ്മുടെ വോയിസ് ക്വാളിറ്റി കൂട്ടാൻ, നമ്മുടെ വീഡിയോ ക്വാളിറ്റി കൂട്ടാൻ, നമ്മൾ കൊടുക്കുന്ന കണ്ടൻറ്റ് ക്വാളിറ്റി കൂട്ടാനൊക്കെ നമ്മൾ ചെയ്യേണ്ട ഐഡിയയാണ്. ഒരു കണ്ടൻറ്റ് ക്രിയേറ്റർ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ക്വാളിറ്റി പ്രൊവൈഡ് ചെയ്യണം. ഓക്കെ, ക്വാളിറ്റി എല്ലാം അടിസ്ഥാനപ്പെടുത്തിയിട്ട് തന്നെയാണ് നമ്മുടെ വീഡിയോ നല്ല രീതിയിൽ പോകുന്നത്. അതുകൊണ്ടാണ് ആദ്യം ഞാൻ ക്വാണ്ടിറ്റി, കൺസിസ്റ്റൻസി ഇതൊക്കെ പറയുന്നത് വ്യൂ കൂട്ടാൻ വേണ്ടി. പിന്നെ ഫ്രീസ് ആവുന്ന കാര്യം കുറച്ച് പറയാം. അത് ഇമ്പോർട്ടൻ്റ് തന്നെയാണ്. ഇതിൻ്റെ എതിരെ ചെയ്താൽ നിങ്ങളുടെ ചാനൽ രക്ഷപ്പെടുകയും ചെയ്യും കേട്ടോ. അതായത് പറയുന്ന കാര്യത്തിൻ്റെ എതിരെ ചെയ്താൽ മതി, നിങ്ങൾ രക്ഷപ്പെടും. അത് പറയാനുള്ള കാരണം ഒരുപാട് പേരുടെ ചാനൽ ഫ്രീസായി വ്യൂ വരുന്നില്ല എന്നൊക്കെ പറയാറുണ്ട്. അതിന് മെയിൻ കാരണം അവരുടെ ചാനലിൽ വീഡിയോ ഡിലീറ്റ് ചെയ്യുന്നു എന്നുള്ളതാണ്. വീഡിയോ ഡിലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഫ്രീസായ പോലെയാവും. അപ്പോൾ അത് നിങ്ങൾ ചെയ്യാതിരിക്കുക. അതിൻ്റെ എതിരെ എന്താണ്? ചെയ്യാതിരിക്കുക. അപ്പോൾ എന്തെങ്കിലും കാരണം ഏറ്റവും കൂടുതൽ ആളുകൾ ചെയ്യുന്നത് എങ്ങനെ അറിയോ? വ്യൂ കിട്ടാൻ വേണ്ടിയിട്ട് വീഡിയോസ് ഇട്ടുകൊണ്ടിരിക്കും. 50 വ്യൂ, 60 വ്യൂ, 70 വ്യൂ, 10 വ്യൂ, അടുത്ത വീഡിയോക്ക് 10 വ്യൂ. അപ്പോൾ 10 വ്യൂ ഉള്ള ആ വീഡിയോ ഡിലീറ്റ് ചെയ്തു. എന്നിട്ട് ഇനിയും ഇട്ട് നോക്കും ആ വീഡിയോ. പിന്നെ അതിൽ 7 വ്യൂ വരും. അപ്പോൾ പിന്നെ ഇതിൽ വ്യൂ വരുന്നില്ല, വേറൊരു കണ്ടൻറ്റ് ഇടും. എന്നിട്ട് കുറച്ച് ആ കണ്ടൻറ്റ് മൂവ് ആയി കഴിഞ്ഞാൽ ഒരു 50-40 വ്യൂ ആയി കഴിഞ്ഞാൽ വീണ്ടും ഈ ഒരു 10 വ്യൂ ഉള്ള വീഡിയോ ഡിലീറ്റ് ചെയ്തിട്ട് പിന്നെയും ഇട്ടുകൊണ്ടിരിക്കും. പിന്നെ അടുത്ത വീഡിയോയ്ക്ക് 7 വ്യൂ വരും. അപ്പോൾ ആ വീഡിയോ വീണ്ടും ഇങ്ങനെ ഡിലീറ്റ് ചെയ്യുന്ന പ്രവണത ഒരുപാട് പേര് ചെയ്യുന്നുണ്ട്. അങ്ങനെ ചെയ്യാതിരിക്കുക. നിങ്ങൾക്ക് വേണ്ടാത്ത വീഡിയോ ആണെങ്കിൽ നിങ്ങൾ ഡിലീറ്റ് ചെയ്യേണ്ട, പ്രൈവറ്റോ അൺലിസ്റ്റോ ആക്കി വെച്ചാൽ മതി. വീഡിയോ ഒരു കാരണവശാലും ചാനലിൽ നിന്ന് ഡിലീറ്റ് ചെയ്യാതിരിക്കുക. പിന്നെ അടുത്തത് പോളിസിയാണ്. രണ്ടാമത്തെ കാര്യം, യൂട്യൂബിൻ്റെ പോളിസി അറിയാണ്ട് ഒരുപാട് പേര് റീയൂസ്ഡ് കണ്ടൻറ്റ്, റിപ്പീറ്റേറ്റീവ് കണ്ടൻറ്റ് പറഞ്ഞാൽ സെയിം തമ്പനയിൽ സെയിം ആയിട്ടുള്ള വീഡിയോസ് പോലെ അങ്ങനെയുള്ള വീഡിയോസൊക്കെ ഇട്ടാൽ റിപ്പീറ്റേറ്റീവ് കണ്ടൻറ്റാണ്. റീയൂസ്ഡ് കണ്ടൻറ്റ് മറ്റുള്ളവരുടെ വീഡിയോസ് ഇടുക, നമ്മുടെ തന്നെ വീഡിയോ നമ്മൾ രണ്ടാമത്തെ പ്രാവശ്യം ഇടുക, ആയിട്ട് അപ്ലോഡ് ചെയ്യുക. ഇതാണ് റീയൂസ്ഡ്. ഇങ്ങനെ യൂട്യൂബിൻ്റെ പോളിസി ഒട്ടനവധിയുണ്ട്. സ്ട്രൈക്ക് കിട്ടുന്നത്, മറ്റുള്ളവരുടെ വീഡിയോസൊക്കെ ഇട്ടിട്ട് സ്ട്രൈക്ക് വാങ്ങി കൂട്ടുന്നത്, ഒന്ന് വാണിങ്ങും ഒന്ന് സ്ട്രൈക്ക്, അങ്ങനെയൊന്നും കുഴപ്പമില്ല. മൂന്നാമത്തൊക്കെ ഇട്ട് ചാനലും പോകും. അപ്പോൾ ഈ സ്ട്രൈക്ക് കിട്ടുന്നത് ചാനലിൻ്റെ റീച്ചിനെ ബാധിക്കുന്നതാണ്. അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം. ഈ 1, 2, 3 ശ്രദ്ധിക്കുക. ഇനി അടുത്തത് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് മിക്സ്ഡ് കണ്ടൻറ്റായിട്ട് നമ്മുടെ ചാനലിൽ കൊടുത്തുകൊണ്ടേയിരിക്കുമ്പോൾ നമ്മുടെ ഓഡിയൻസ് പല രീതിയിലുള്ള ആളുകളെ വരിക. പലവിടെ നിന്നുള്ള ആളുകൾ വരുമ്പോൾ ഈ ആൾക്കാർക്ക് അറിയില്ല ഇതെന്ത് കണ്ടൻറ്റാണ്, ഇതെന്ത് ചാനലാണ് എന്നുള്ള കൺഫ്യൂഷൻ ഉണ്ടാവും. നമ്മൾ ഒരു കണ്ടൻറ്റിൽ തന്നെ ഫോക്കസ് ചെയ്യുക. അതുമായി ബന്ധപ്പെടുമ്പോൾ ഞാൻ യൂട്യൂബ് റിലേറ്റഡ് ആയിട്ട് പറഞ്ഞു കൊടുക്കുന്നു. അപ്പോൾ അതുമായിട്ടുള്ള ഫാമിലി വരുള്ളൂ. അപ്പോൾ അത് മതി. നമ്മൾ അതിൽ ഫോക്കസ് ചെയ്തിട്ട് അതിൽ ഇമ്പ്രൂവ്മെൻറ്റ് കൊണ്ടുവരിക. നമ്മുടെ ഫാമിലിക്ക് ഉപകാരപ്പെടുന്നുള്ള കാര്യങ്ങൾ ഇനിയും കൂടുതൽ നല്ല രീതിയിൽ പറഞ്ഞു കൊടുക്കണം എന്നുള്ള കാര്യത്തിൽ പറഞ്ഞുകൊണ്ടേയിരിക്കുക.
നമ്മളെ ഇഷ്ടപ്പെടുന്നവർ തീർച്ചയായിട്ടും വരും. അപ്പോൾ ആ കണ്ടൻറ്റിൽ ഫോക്കസ് ചെയ്യുക, അതിൽ കൂടുതൽ ഇമ്പ്രൂവ്മെൻറ്റ് നല്ല നല്ല ക്വാളിറ്റി കൊണ്ടുവരാൻ നോക്കുക. ഈ ഒരു കാര്യം ശ്രദ്ധിക്കുക. ഇനി എന്തായാലും നിങ്ങൾക്ക് ഡോളർ കാണിച്ചു തന്നില്ല എന്ന് പറയരുത്. ഓരോ വീഡിയോയ്ക്ക് എത്ര ഡോളർ കിട്ടുന്നുണ്ട് എന്നുള്ളത് ഞാൻ നിങ്ങൾക്ക് ഇവിടെ കാണിച്ചു തരാം. ഇവിടെ എൻ്റെ ടോട്ടൽ 28, ഇതൊന്നും പറയാട്ടോ, 28 ദിവസത്തെ എസ്റ്റിമേറ്റാണ്. ഒരുപാട് പേര് ഈ 28 ദിവസത്തിൽ കണ്ടിട്ട് വാച്ച് ടൈം ഇതെല്ലാം കുറഞ്ഞു എന്ന് പറയുന്നുണ്ട്. ഇത് എസ്റ്റിമേറ്റാണ്. 29ാമത്തെ ദിവസത്തിലേക്ക് കടക്കുമ്പോൾ ഫസ്റ്റത്തെ ദിവസം ഒന്നേന്ന് തുടങ്ങിയത്തെ ദിവസം കുറയും. പക്ഷേ ഇവിടെ നമ്മുടെ ഈ ഒരു എസ്റ്റിമേറ്റ് കുറയുന്നില്ല. അതായത് നമ്മുടെ ടോട്ടൽ ഉള്ളതിൽ നിന്ന് കുറയുന്നില്ല. ഇത് എസ്റ്റിമേറ്റ് ശരാശരി ഇവിടെ കാണിക്കുകയാണ്. ഇത് നിങ്ങളുടെ ശരാശരി 28 ദിവസത്തെ മാത്രമേ കാണിക്കുന്നുള്ളൂ. അല്ലാണ്ട് നിങ്ങളുടെ ഇവിടെ വെട്ടിക്കുറയ്ക്കുകയോ നിങ്ങളുടെ ഡോളർ കുറയ്ക്കുകയോ ചെയ്യുന്നില്ല. ഓക്കെ, 28 ദിവസത്തെ ഇവിടെ കാണിച്ചു തരുന്നു എന്നുള്ളൂ. 29ാമത്തെ ദിവസത്തിലേക്ക് കിടക്കുമ്പോൾ പിറകിലത്തെ ഒന്ന് കുറയ്ക്കുന്നു, ആ കുറഞ്ഞ് കാണിക്കുന്നു എന്നുള്ളൂ. അല്ലാണ്ട് കുറയ്ക്കുന്നില്ല. നിങ്ങളുടെ ചാനലിന് എവിടെയും പോകണില്ല. നിങ്ങൾക്ക് കിട്ടിയ ഡോളർ നിങ്ങൾക്ക് തന്നെയാണ്. ഓക്കെ, ഇപ്പോൾ 146 എന്ന് കാണിക്കുന്നു. ഇനി അടുത്ത ദിവസം പോകുമ്പോൾ ഇവിടെ ചിലപ്പോൾ 140 ആയിരിക്കും. അപ്പോൾ എൻ്റെ $6 പോയല്ലോ എന്ന് പറഞ്ഞിട്ട് സങ്കടപ്പെടേണ്ട കാര്യമില്ല. അത് നിങ്ങളുടെ ഡോളർ ഉണ്ട്, അതെല്ലാം ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇവിടെ ഒരു വീഡിയോ 4.1. ഓക്കെ, ഈ ഒരു വീഡിയോ ആണ് ഇപ്പോൾ റീസെൻ്റ്ലി ഞാൻ ഇട്ട വീഡിയോ. ഇതിൽ ഞാൻ ക്ലിക്ക് ചെയ്തിട്ട് ഈ 4000 വ്യൂസിനൊക്കെ എത്ര ഡോളർ കിട്ടും, ഇത് ഒരുപാട് പേര് ചോദിക്കാറുണ്ട്. അത് ഞാൻ നിങ്ങൾക്ക് ഈ വീഡിയോയുടെ വീഡിയോ പെർഫോമൻസിൽ പോയിട്ട് കാണിച്ചു തരാം. ഇവിടെ കണ്ടോ, അത് കണ്ടോ, $1.79 കിട്ടിയിട്ടുണ്ട്. അതായത് 3000 വ്യൂസിന് $1, 3000 വ്യൂസിന് തന്നെ $1.5 ലോങ് വീഡിയോയ്ക്ക് കിട്ടും. അപ്പോൾ ഇത് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരുന്നത്, ഇതൊക്കെ കാണിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഒരുപാട് പേര് ഷോർട്സ് ഇട്ടിട്ട് സമയം കളയാറുണ്ട്. ഷോർട്സ് അവർക്ക് ലക്ഷക്കണക്കിന് വ്യൂസ്, 1 ലക്ഷത്തിൻ്റെ മേലെ വ്യൂസ് വന്നാലേ $1 കിട്ടുള്ളൂ. അപ്പോൾ ഈ ഷോർട്സ് ലക്ഷക്കണക്കിന് വ്യൂസ് വരുന്നുണ്ടെങ്കിൽ മാത്രമേ ഇടാൻ പറ്റുള്ളൂ. അല്ലാണ്ട് വെറുതെ ഇട്ടിട്ട് ഇത്തരത്തിൽ ഷോർട്സ് മാത്രം ഇട്ടിട്ട് വ്യൂസ് വരാണ്ട് ലോങ് വീഡിയോയിൽ ഡിപ്പെൻഡ് ചെയ്യാണ്ടിരുന്ന് കഴിഞ്ഞാൽ അവർക്ക് മോണിറ്റൈസേഷൻ ആയിട്ടുള്ളവർക്ക് ഡോളർ ഇൻക്രീസ് ആവില്ല. അപ്പോൾ മോണിറ്റൈസേഷൻ ആയിട്ടുള്ള ചാനലുകൾ കൂടുതൽ ലോങ് വീഡിയോയ്ക്ക് പ്രാവീണ്യം കൊടുക്കുക. ലോങ് വീഡിയോയ്ക്ക് പ്രാവീണ്യം കൊടുത്തു കഴിഞ്ഞാൽ അതിലോട്ട് കൂടുതൽ ആളുകൾ വരികയും അതിൽ ഇത്തരത്തിൽ 1000, 2000 വ്യൂസൊക്കെ വന്നാൽ തന്നെ അത്യാവശ്യം ഡോളർ കയറും. ഓക്കെ, കൂടുതൽ എല്ലാ വീഡിയോയിലും കാൽക്കുലേറ്റ് ചെയ്തിട്ട് തന്നെയാണ് ഡോളർ. പക്ഷേ ഒരു വീഡിയോയ്ക്ക് ശരാശരി 3000 വ്യൂസൊക്കെ വന്നാൽ $1.5 കയറും. ഇവിടെ 20 സബ് കണ്ടോ, 20 സബ്, അതിൽ സബ് കിട്ടും. വാച്ച് ടൈം ഇത്തരത്തിൽ വ്യൂസ് കണ്ടോ, ഇത്തരത്തിൽ വ്യൂസൊക്കെ കയറുന്നുണ്ട്. ഓക്കെ, ഇത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തന്നത്. ഒരുപാട് പേര് ലോങ് ഇടണോ ഷോർട്സ് ഇടണോ എന്നുള്ള ആദ്യമൊക്കെ എടുക്കാറുണ്ട്. അപ്പോൾ എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഷോർട്സിൽ വ്യൂസ് കൂടുതൽ വരുന്നില്ല എന്നുണ്ടെങ്കിൽ അതിന് കൂടുതൽ ഡിപ്പെൻഡ് ചെയ്യേണ്ട, നിങ്ങൾ ലോങ് വീഡിയോ ഇടാൻ നോക്കുക. എന്നിട്ട് വല്ലപ്പോഴും ഷോർട്സ് ഇട്ടാൽ മതി. ചിലപ്പോൾ വല്ലപ്പോഴും ക്ലിക്ക് ആകുകയാണ്, നിങ്ങളുടെ ഏതെങ്കിലും ഷോർട്സ് മറ്റുള്ള വീഡിയോസിനും കാട്ടി ക്ലിക്കായി വരുന്നുണ്ടെങ്കിൽ അത്തരത്തിലുള്ള ഷോർട്സുകൾ നിരന്തരം ഇട്ടുകൊണ്ടേയിരിക്കുക. ഷോർട്സിൽ നിങ്ങൾക്ക് റീച്ച് കിട്ടുന്നുണ്ടെങ്കിൽ ഷോർട്സ് പിൻപറ്റുക. ലോങ്ങിൽ നിങ്ങൾക്ക് റീച്ച് കിട്ടുന്നുണ്ടെങ്കിൽ 200, 300, 400 ഇങ്ങനെ വ്യൂസ് കയറി വരുന്നുണ്ടെങ്കിൽ ലോങ് പിൻപറ്റുക. അല്ലാണ്ട് രണ്ടും കൂടി നിങ്ങൾ 2 തോണിയിലും കാലിട്ട് കഴിഞ്ഞാൽ 2 തോണി സൈഡിലേക്ക് ഇങ്ങോട്ട് മാറിക്കഴിഞ്ഞാൽ പൊളിഞ്ഞ് നമ്മൾ താഴെ വീഴും. അപ്പോൾ അത് ശ്രദ്ധിക്കുക, അത് വീഴാണ്ടിരിക്കുക. ഇത്തരത്തിൽ യൂട്യൂബിൻ്റെ നിങ്ങളുടേതായിട്ടുള്ള YT സ്റ്റുഡിയോ ഓൺ ചെയ്തിട്ട് നിങ്ങളുടെ ഏതൊക്കെ വീഡിയോയുടെ പെർഫോമൻസ് എങ്ങനെയൊക്കെ ഉണ്ടെന്ന് നോക്കിക്കാണുക. അതുമായി ബന്ധപ്പെട്ട് നിങ്ങളുടെ ചാനലിനെ മെച്ചപ്പെടുത്തുക. ഇനി മെച്ചപ്പെടുത്താൻ 1-2 കാര്യങ്ങളും കൂടിയുണ്ട്. അതായത് ഏത് വീഡിയോ ആണ് നിങ്ങൾ ചെയ്യുന്നത് അതുമായി റിലേറ്റഡ് ആയിട്ടുള്ള എൻഡ് സ്ക്രീൻ വയ്ക്കുക. എൻഡ് സ്ക്രീൻ വയ്ക്കുന്നത് നിങ്ങളുടെ വീഡിയോയ്ക്ക് വ്യൂസ് കൂട്ടും. അതുപോലെ തന്നെ നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ കമ്മ്യൂണിറ്റി ടാബ് ഉണ്ടല്ലോ, അതിൽ നിങ്ങൾ ഒരു വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ പോസ്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ട് ലിങ്ക് ഇടുക. അതിൻ്റെ വീഡിയോയുടെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. കൂടുതൽ തലപോഞ്ഞ് ടെൻഷൻ ആവേണ്ട കാര്യമൊന്നുമില്ല. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ എങ്ങനെയാണ് കമ്മ്യൂണിറ്റി ടാബ് ചെയ്യേണ്ടത്, എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യേണ്ടത്, അതിനുള്ള പോസ്റ്റ് ക്രിയേറ്റ് ചെയ്യേണ്ട എല്ലാ വീഡിയോയും എല്ലാതും ഞാൻ ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് എന്ത് ഡൗട്ടുണ്ടോ ആ ഡൗട്ടുമായി ബന്ധപ്പെട്ട് യൂട്യൂബേഴ്സ് കോർണർ മലയാളം എന്ന് സെർച്ച് ചെയ്താൽ മതി. അപ്പോൾ ഈ വീഡിയോ പ്രധാനമായിട്ടും നമ്മുടെ ഫാമിലിക്ക് ഒരുപാട് പേർക്ക് വ്യൂസ് ഇല്ല, വ്യൂ വളരെ കുറവ്, 10-20 വ്യൂസുള്ളൂ, അങ്ങനെ വ്യൂ കുറയുന്നു എന്ന് പറയുന്നവർക്ക് തീർച്ചയായിട്ടും അവർക്ക് വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ക്രിയേറ്റ് ചെയ്തത്. ഈ വീഡിയോ ഉപകാരമായാൽ നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുക. ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആളാണെങ്കിൽ തീർച്ചയായിട്ടും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, വീഡിയോ ലൈക്ക് ചെയ്യാത്തവർ ലൈക്ക് ചെയ്യാൻ മറക്കരുതേ. ഓക്കെ, വീണ്ടും നല്ലൊരു വീഡിയോയുമായി വരുന്നവരെല്ലാവർക്കും ജയ് ഹിന്ദ്.